ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PC ഈ മാസം 17-ാം തീയതി നടത്തിയ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ ഡ്രോയിങ് ടീച്ചർ പരീക്ഷയിൽ ചോദിച്ച 20 GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏവ? അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. അപ്പോ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കാം. ഗൗതമ ബുദ്ധൻ ജനിച്ചത് ലുംബിനി എന്ന സ്ഥലത്താണ്. ബസവണ്ണ ജനിച്ചത് കർണാടകത്തിലെ വിജയപുരം ജില്ലയിലാണ്. ശങ്കരാചാര്യർ ജനിച്ചത് കാലടി എന്ന സ്ഥലത്താണ്. ഈ മൂന്ന് പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏവ? ശരിയായ പ്രസ്താവനകളാണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. താഴെ പറയുന്ന ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി 1ഉം 4ഉം. ഈ ചോദ്യം PSC നൽകിയ ഉത്തരം എന്ന് പറയുന്നത് 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന എന്ന് പറഞ്ഞിട്ട്. പക്ഷെ 1ഉം 4ഉം നോക്കിക്കഴിഞ്ഞാൽ അത് റോങ് ആണ്. അപ്പോ എന്തായാലും ഫൈനൽ ആൻസർ കീ വരുമ്പോഴത്തേക്കും ഉത്തരം മാറി വരുന്നതാണ്. ഇതിൽ 2ഉം 3ഉം ശരിയാണ്. ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിമണ്ഡലമാണ് രാജ്യസഭ. ധനബില്ല് ഭേദഗതി വരുത്താനോ നിരാകരിക്കുവാനോ രാജ്യസഭയ്ക്ക് അധികാരം ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ഈ ചോദ്യം ഡിലീറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത്തെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 20 വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും 30 വയസ്സാണ് രാജ്യസഭയിലേക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. ആകാശത്ത് നിന്ന് വീഴുന്ന ചെറിയ ഉരുണ്ട ഐസ് കഷ്ണങ്ങളാണ് ആലിപ്പഴം. ഓക്സിജൻ, നൈട്രജൻ എന്നിവയാണ് അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ. ഇത് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചേരുംപടികളിൽ തെറ്റായി ചേർത്തിരിക്കുന്നവ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ എ 1ഉം 3ഉം 4ഉം. ഓക്കെ, അപ്പൊ ശരിയായിട്ടുള്ളത് 2 മാത്രമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു ദർശന മാല എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. വൈകുണ്ഠ സ്വാമികളാണ് അരുൾനൂൽ വരാനുള്ളത്. ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. അഭിനവ കേരളം വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കേരള PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടനെ തന്നെ ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു അടിപൊളി ഓഫറും കൂടെ വന്നിട്ടുണ്ട്. അതായത് മാർച്ച് 14 മുതൽ 16 വരെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആൾക്കാർക്ക് 20% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ 29% ഡിസ്കൗണ്ട് ആണ് കിട്ടാൻ പോകുന്നത്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ച് കോഴ്സസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, മാർച്ച് 16-ാം തീയതി SCRTക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു 150 ഡേ കംപ്ലീറ്റ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ കോഴ്സ് നിങ്ങൾക്ക് 29% ഡിസ്കൗണ്ടിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ കിട്ടാവുന്നതാണ്. അതുപോലെ മാർച്ച് 9-ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയം തൊട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 10th ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. KS എക്സാം പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. SCRTക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ബെവ്കോ LD എക്സാം മുതലായ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ബാച്ച് കോഴ്സസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ 29% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മതി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 1 മാത്രമാണ്. ഗാന്ധിജി അഹിംസയിൽ അധിഷ്ഠിതമായ പുതിയ സമരരീതിക്ക് ആദ്യം രൂപം നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ്. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അപ്പോ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഈ പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. സൂയസ് കനാൽ ദേശസാൽക്കരിച്ചത് ഗമാൽ അബ്ദുൽ നാസർ ആണ്. ദക്ഷിണാഫ്രിക്കയിൽ നെൽസൺ മണ്ടേലയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന പ്രസിഡന്റാണ് താംബോ എംബക്കി. 1-ാം ലോക മഹായുദ്ധാനന്തരം ഒപ്പുവെക്കപ്പെട്ട ഉടമ്പടിയാണ് വേഴ്സായിസ് ഉടമ്പടി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ ആക്കുക. കാലഗണനാക്രമത്തിൽ ആക്കാനാണ്. ആദ്യം നടന്നത് വൈക്കം സത്യാഗ്രഹം, രണ്ടാമത്
കയ്യൂർ സമരം, മൂന്നാമത് കീഴരിയൂർ ബോംബ് കേസ്, നാലാമത് പാലിയം സത്യാഗ്രഹം. അതായത് കുറഞ്ഞ വർഷത്തിൽ നിന്നും കൂടിയ വർഷത്തിലേക്ക്, അതാണ് ടൈം ലൈൻ പോലെ ആക്കാനാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചേരുംപടികളിൽ ശരിയായി ചേർത്തിരിക്കുന്നവ ഏതൊക്കെയാണ്? 4 മാത്രം. യയാതി, യയാതി എന്നത് VS ഖണ്ഡേക്കറുടേതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ശരിയല്ലാത്ത പ്രസ്താവന 3ഉം 4ഉമാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉം. കുട്ടനാടിനെ ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, വടക്കൻ കുട്ടനാട് എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. വിശാഖപട്ടണത്ത് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല. അപ്പോ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. സത്യജിത് റേയുടെ ആദ്യ ചിത്രം പഥേർ പാഞ്ചാലിയാണ്. മൃണാൾ സെൻ എന്ന ചലച്ചിത്ര സംവിധായകൻ പാർലമെന്റ് അംഗം കൂടിയായിരുന്നു. പാരലൽ സിനിമാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സംവിധായകനാണ് തപൻ സിൻഹ. അപ്പൊ ഇതെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 3ഉം 4ഉം. COVID-19 ഒരു സാംക്രമിക രോഗമാണ്. ശരിയാണ്. കോവാക്സിൻ, കോവിഷീൽഡ് എന്നീ മരുന്നുകൾ ഇന്ത്യയിൽ രോഗപ്രതിരോധ പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു. ക്രഷിംഗ് ദ കർവ് കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഒരു കർമ്മ പദ്ധതിയാണ്. ഇത് PSC ഒരു PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്രഷിംഗ് ദ കർവ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ? ശരിയല്ലാത്ത പ്രസ്താവനകൾ 4 മാത്രമാണ്. അപ്പോ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് നോക്കാം. 2020 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു. 2020 വയലാർ അവാർഡ് ഏഴാശ്ശേരി രാമചന്ദ്രന് ലഭിച്ചു. 2020 ONV അവാർഡ് ശ്രീമതി M ലീലാവതിക്ക് ലഭിച്ചു. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് പ്രസ്താവനയാണ്? ഉത്തരം 2ഉം 3ഉം. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2021 ടോക്കിയോ ഒളിമ്പിക്സിന് നീന്തൽ താരം വിഷ്ണു ശരവണൻ യോഗ്യത നേടി. ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങളായ അൻഷു മാലിക്കും സോനം മാലിക്കും 2021 ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുടെ 46ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. ഇന്ത്യയുടെ 37ാമത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഓക്കെ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. കൂടുതലും പ്രസ്താവന ചോദ്യങ്ങൾ തന്നെയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചത്, GK ആൻഡ് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിൽ നിന്ന്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 2020 ഡിസംബറിലാണ് ബുറേവി ചുഴലിക്കാറ്റ് വീശിയടിച്ചത്. നിവാർ ചുഴലിക്കാറ്റ് തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, ശ്രീലങ്ക എന്നീ പ്രദേശത്തെയാണ് ബാധിച്ചത്. 2017 ഓഖി ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ വിതച്ചത്. ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നവ ഏവ? ഉത്തരം ഓപ്ഷൻ ബി 3ഉം 4ഉം. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാമാണ്? പഴശ്ശി ഡാം കമ്മീഷൻ ചെയ്തത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായി ചേർക്കപ്പെട്ടത് ഏവ? അപ്പൊ തെറ്റായി ജോഡി ചേർത്തിരിക്കുന്നവ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രം. അപ്പോ ശരിയായിട്ടുള്ള പ്രസ്താവന തേങ്ങയുടെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കോസ് ന്യൂസിഫെറ. കൈതച്ചക്ക അനാനാസ് കോമോസസ്. ഈന്തപ്പഴം ഫോണിക്സ് ഡാക്രി ലിഫിറ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? മുകളിൽ കൊടുത്ത പ്രസ്താവനയെല്ലാം ശരിയാണ്. 1971 ലോകായുക്ത ഉപലോകായുക്ത നിയമം വഴി ആദ്യമായി ലോകായുക്ത എന്ന സ്ഥാപനം നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. 2012 11ാമത് അഖിലേന്ത്യാ ലോകായുക്ത സമ്മേളനം ലോകായുക്ത പരിധിയിൽ ബ്യൂറോക്രാറ്റുകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ശുപാർശ ചെയ്തു. അഴിമതി കേസുകൾ ലോകായുക്ത അന്വേഷിക്കുന്നു.
2019 മിസോറാം നിയമനിർമ്മാണ സഭ ഒരു ലോകായുക്ത ബില്ല് പാസാക്കി. ഓക്കെ, ഈ പ്രസ്താവനകളെല്ലാം എന്താണ്? ശരിയാണ്. അടുത്ത അവസാനത്തെ ചോദ്യം. ഇപ്പൊ 20 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അവസാനത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി, 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ 4ാമത്തെ പ്രസ്താവന, നിശബ്ദ വസന്തം എന്നത് റോബർട്ട് മക് ആദറിന്റെ ഗ്രന്ഥമാണ്. അത് തെറ്റാണ്. ആരുടേതാണ് നിശബ്ദ വസന്തം? ദ സൈലന്റ് സ്പ്രിംഗ്, റേച്ചൽ കേഴ്സന്റേതാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ, ജീവശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ് പരിസ്ഥിതി ശാസ്ത്രം. പാരിസ്ഥിതിക ഘടനയുടെ ഏറ്റവും വലിയ അളവുകോൽ ബയോസ്ഫിയർ ആണ്. ജോർജ് പെർക്കിൻസ് മാർഷിന്റെ ഗ്രന്ഥമാണ് 1864 പ്രസിദ്ധീകരിച്ച മനുഷ്യനും പ്രകൃതിയും എന്നത്. ഓക്കെ, അപ്പോ ഈ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനിയും റിപ്പീറ്റ് ചെയ്യാം. ഇതിന്റെ പ്രസ്താവനകൾ ഇനിയും റിപ്പീറ്റ് ചെയ്യാം. കാരണം പഞ്ചവത്സര പദ്ധതിയൊക്കെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്രഷിംഗ് ദ കർവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. വീണ്ടും കാണാം.